നിങ്ങൾക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തത് ചെമ്പാണെന്നല്ലേ ഇപ്പോൾ പറയുന്നത്, സ്വർണ്ണം പൂശാൻ തന്നത്. അപ്പൊ ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളി അല്ലായിരുന്നു അത്? മാഡം, ഞാൻ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞു മാഡത്തിന്. മാഡം ഇത് ഇത്രയും ചാനലുകാർ കേൾക്കുമ്പോൾ അതേ ചോദ്യമാണ് മാഡം വീണ്ടും ചോദിക്കുന്നത്. എനിക്ക് തന്ന ഡോക്യുമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെമ്പ് പാളി എന്ന് പറഞ്ഞ് തരുമ്പോൾ ചെമ്പ് പാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ഈ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കണം. നിങ്ങളല്ലേ നോക്കുന്നത്? അല്ല, മീഡിയ ആണല്ലോ ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മീഡിയയില്ലേ. അതായത് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി സ്വർണ്ണം എവിടെ ഒരുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദേവസ്വം കമ്മീഷണറാണ് ദേവസ്വം ഹൈക്കോടതി ബെഞ്ചിന്റെ മുമ്പിൽ ഈ വിഷയം ഉന്നയിക്കുന്നത്. അന്ന് തൊട്ടാണ് വിവാദം തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് പോറ്റിയുടെ തന്നെ ഒരു പരാമർശമാണ് ഈ പീഠം കാണാനില്ലായിരുന്നെന്ന് പറയുന്ന സാധനം. അവിടെ നിന്നാണ് വിവാദം വീണ്ടും പോകുന്നത്. പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തിട്ടില്ല. 2024 ഇല്ല, അങ്ങനെ അത് പറയണ കേൾക്കണം. 2024 വാസുദേവൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അതായത് ഈ ദ്വാരപാലക പീഠത്തിന് നിറം മങ്ങലുണ്ടെന്നും അത് വീണ്ടും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഞാൻ കൊടുത്തിരുന്ന ഒരു പീഠമുണ്ടെന്നും അതുകൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി എടുത്ത് ഇതിൽ ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മെയിൽ അയച്ചിരുന്നു. അതിന് നമുക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നില്ല. അവര് ഹൈക്കോടതിയിൽ ഈ ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ ആ ഡോക്യുമെന്റ് കൂടെ ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു. അതില് ഞാനൊരു പരാതിയല്ല കൊടുത്തത്. അതായത് ദേവസ്വം ബോർഡ് വരുമ്പോൾ ഈ പീഠവുമായിട്ട്, അതായത് ഇപ്പൊ ഇരിക്കുന്ന സാധനങ്ങളുമായി വരുമ്പോൾ അന്ന് കൊടുത്ത അഡീഷണൽ ആയിട്ടുള്ള ആ പീഠം കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി നമുക്കെടുത്ത് ഇതിൽ ഉപയോഗിക്കാമെന്നാണ് ആ മെയിലിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, നമ്മൾ അവിടെ ശബരിമല ഓരോ കാര്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെയ്യാൻ സാഹചര്യമുള്ളവർ അവിടെ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥര് വളരെ ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ശബരിമല ശ്രീകോവിലിന്റെ കാര്യം 2018 ഞങ്ങളവിടെ തൊഴാൻ ചെന്ന സമയത്താണ് ചോദിച്ചത്. അന്ന് ഡോർ അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ എന്റെ കൂടെ വന്നിരുന്ന ഞങ്ങളുടെ ഒരു 4-5 പേര് ഒന്നിച്ചാണ് പോകുന്നത്. ഗോവർദ്ധൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും, ഇന്ന പ്രപ്പോസലാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന്റെ പൂർണ്ണ ചെലവ് അയാൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. ആ ഡോറ് കൊണ്ടുവരുമ്പോഴും സമർപ്പിക്കുമ്പോഴും ഒക്കെ അയാൾ ഉണ്ടായിരുന്നു. അത് അക്കാര്യത്തിൽ ഡോറിന്റെ കാര്യത്തിൽ എനിക്ക് ഈ എന്റെ സൈഡിൽ നിന്ന് ഒരു പേയ്മെന്റും ഞാൻ ചെലവാക്കുകയോ മറ്റാരും ഒരാളിൽ നിന്ന് കളക്ഷൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഏതാണ് ഡോറോ? ശ്രീകോവിലിന്റെ ഡോറോ? സാറേ, ശ്രീകോവിലിന്റെ ഡോറ് നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചതല്ലേ. നിർമ്മിച്ച് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് സാധാരണ ദേവന്റേതാകുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മള് ക്ഷേത്രത്തിൽ, ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു. എന്നിട്ട് അത് അവിടെ നിന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ ഇപ്പോ നമ്മൾ ഓരോ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കാന്നല്ലാണ്ട് അന്ന് അത് ചെയ്യുമ്പോൾ തെറ്റെന്ന് ഈ മാധ്യമങ്ങളെല്ലാം അന്നും ഉണ്ടായിരുന്നു. ശ്രീകോവിലിന്റെ ഡോറ് കൊണ്ടുപോകുന്നു, ശബരിമലയ്ക്ക് ഇന്ന കാര്യം ചെയ്യുന്നു. 2019 ഞങ്ങൾ ഗോൾഡ് ഈ പറഞ്ഞ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്ത് സമർപ്പിക്കുന്നതിനകത്ത് മലയാള മനോരമയ്ക്കകത്ത് വന്ന ന്യൂസിനകത്തും ഇന്നമാതിരി ദ്വാരപാലകർ സ്വർണം പൊതിയുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ ചോദിച്ച എന്നെ കഴിയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെടാം. ഈ വിവാദങ്ങളെല്ലാം ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇന്നിപ്പോ അന്വേഷണ സംഘത്തിന്റെ അടുത്ത് പോകുന്നുണ്ടോ? അതാണ് അവസാന ചോദ്യം. ഇതിപ്പോ സാർ, ഞാൻ ഇപ്പോഴും പറയാം, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിയമത്തിനെ ഞാൻ വെല്ലുവിളിക്കുന്നതാവും. അല്ല, അതാ ഞാൻ പറഞ്ഞ, അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ പോകേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന മറുപടിയിൽ നിന്ന് മനസ്സിലാവും. കാര്യം എന്താന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറയുന്നത്, അവര് ഇല്ല ഇന്ന് വരണമെന്ന് പറഞ്ഞിട്ടില്ല. അവര് ചിലപ്പോൾ ഇനിയിപ്പോ നാളെ വരാൻ പറയും. ഇന്ന് വരാനായിട്ട് ഇതുവരെ എനിക്ക് നിർദ്ദേശം തന്നിട്ടില്ല.
മാഡം ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ വീണ്ടും മറുചോദ്യം ചോദിച്ച് അല്ല, ഒരു ചോദ്യത്തിന് ഒരു മറുപടി.